ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ അതുപോലെ തന്നെ എന്തെല്ലാം സന്തോഷങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റ് ആയിട്ട് ഏത് കാര്യങ്ങളിലും നിലകൊള്ളുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ മൈൻഡ് ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിക്കാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കില്ല. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ഹോണസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അതായത് ഒരു ജെനുവിനിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ജെനുവിനിറ്റി നിങ്ങളോട് ഇടപഴകുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ 100% ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് നിങ്ങളുടെ ഒരു എനർജി ഇങ്ങനെയാണ്, നിങ്ങൾ വളരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ചിലരെ കുറിച്ച് പറയില്ലേ, സ്നേഹിക്കുമ്പോൾ ഇത്തരത്തിലാണ്, പക്ഷേ അവരോട് ഇടഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു തനി നിറം പുറത്ത് വരും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഇമേജും കൂടി വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെ വഞ്ചിക്കുക അല്ലെങ്കിൽ ചതിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു വാശിയുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിന്നിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരോടും ആ ഒരു തരത്തിലായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു എനർജിയിൽ നിന്ന് ഒരുപാട് വിട്ടുവീഴ്ചകൾ നിങ്ങൾ ചെയ്തതായിട്ട് പറയാം. നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ വേറെ ആരെങ്കിലും ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പറ്റിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ വാക്കിന് വാല്യൂ ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടേ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം കട്ട് ഓഫ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ബന്ധം തന്നെ അവിടെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ക്യാരക്ടർ പോലും നിങ്ങൾ ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. അതായത് അവരുടെ മുൻപിൽ നിങ്ങൾ എന്തും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ കടുംപിടുത്തം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാശി, ഞാൻ കൊടുക്കുന്നത് പോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം, എന്നെ ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് നിൽക്കില്ല, ഞാൻ ഇറങ്ങിപ്പോകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ മാറ്റിവെച്ച് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ മാനസികമായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. പക്ഷെ പുറമെ ഇപ്പോഴും നിങ്ങളുടെ എനർജി ഒരു തരത്തിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഇടപഴകുന്നത് അങ്ങനെയായിരിക്കും. പക്ഷെ മാനസികമായിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അത്രയും നിങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ക്ഷമിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലരിപ്പോൾ ഒരു നോ കോൺടാക്ട് പീരീഡിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത് എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിട്ട് പരസ്പരം പൊരുത്തമില്ലാതെ പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു രീതിയിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണ് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്ന് നല്ല രീതിയിൽ സ്റ്റേബിളായി കിട്ടിയാൽ മതി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് നിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ അവരെ കൈവിട്ട് കളയാനായിട്ട് നിങ്ങൾ ഒരുക്കമല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത്രയും നിങ്ങളുടെ ഒരു ഒറിജിനൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നഷ്ടപ്പെടുത്തി കളയാൻ നിങ്ങൾക്ക് വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിൽ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിലേ പല കാര്യങ്ങൾക്കും അനുഭവപ്പെടുന്നതായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കാം. ഓൾറെഡി ആ ഒരു
വെയിറ്റിംഗ് എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കാര്യങ്ങളൊന്നും അത്രയും ശരിയാവുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്നുള്ള ആ ഒരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ബാധിക്കാനുള്ള ഒരു സാഹചര്യവും തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ മനോധൈര്യം നിങ്ങളുടെ വീണ്ടെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ഇടയ്ക്ക് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഒന്നും കൂടി ഒന്ന് വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ആ ഒരു മറ നിങ്ങൾക്കിടയിൽ ഒന്നും കൂടി വരുത്താനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അത് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് ഒഴിവായി തന്നെ പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റെഡി ആവാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റവും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു വെയിറ്റിംഗ് എന്നുള്ള ആ ഒരു നിങ്ങളുടെ എനർജിക്ക് ഒരു അവസാനമാവുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് എത്തിച്ചേരാനാണോ ആഗ്രഹിച്ചത്, അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ഒന്ന് അകന്ന് നിന്നിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ കൂടുതൽ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ കിട്ടിയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും, ഓവറായിട്ടുള്ള ഒരു നിയന്ത്രണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തീർച്ചയായിട്ടും ഒരു മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പൊസസീവ് എനർജി കാണിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ കൺട്രോളിൽ നിർത്താനായിട്ടുള്ള ഒരു ശ്രമം, പല കാര്യങ്ങളും നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക, ഓവറായിട്ട് നമ്മളുടെ ഒരു കൈകളിൽ തന്നെ പല കാര്യങ്ങളും കിട്ടണം എന്നുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കുറയ്ക്കുക. കാരണം ഈ ഒരു നിങ്ങളുടെ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്ത് നിർത്താൻ തന്നെ ശ്രമിക്കുക. നമ്മൾ കൂടുതലും ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓവർ പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ചില കാര്യങ്ങൾക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു വിട്ടുവീഴ്ച മനോഭാവം കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥമാണ്. ഇപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് പകർന്നു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റീകൺസിലിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് അവരുടെ ആ ഒരു ഇൻറ്റിമസി ലെവലിലേക്ക് വരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് പൊസസീവായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ നോക്കുക, അല്ലെങ്കിൽ വീണ്ടും ഒന്ന് തടയിടുന്ന പോലെയുള്ള ഒരു എനർജിയിലേക്ക് പോവാതിരിക്കുക. കുറച്ച് ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മളുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവേണ്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ ഇൻറ്റിമേറ്റ് ആവാനുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് ശക്തമാവാനുള്ള ആ ഒരു സാഹചര്യം ഉള്ളതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ഒരു അവസാന പകുതിയിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് അഴഞ്ഞോ എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഒരു ആഴം ഒന്ന് കുറഞ്ഞതുപോലെയുള്ള ഒരു ഫീലിങ്ങിലേക്ക് ചിലപ്പോൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒറ്റപ്പെട്ടതുപോലെയുള്ള ഒരു ഫീലിങ്ങിലേക്ക് വീണ്ടും തിരിച്ചു പോയേക്കാം. പക്ഷെ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഈ ഒരു മന്ത് എൻഡോട് കൂടി തന്നെ നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാവശ്യമായിട്ടുള്ള ഒരു ആകുലതകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ആ ഒരു രീതിയിലേക്ക് നമ്മൾ തന്നെ ചിന്തിച്ച് കാട് കയറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ പകുതി പ്രശ്നം നിങ്ങളുടെ ചിന്തയുടേതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മളുടെ ഒരു ഊർജ്ജം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ പോവാതെ ഒന്ന് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു സ്ട്രോങ് ബോണ്ടിങ് കിട്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അതങ്ങനെ തന്നെ അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പോവുക. ഓവറായിട്ട് നമ്മൾ ആ ഒരു പേഴ്സണെ നിയന്ത്രിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയതിന് പിടിവിടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബലം പിടിച്ച് നിൽക്കാനോ ചെയ്യേണ്ടെന്നൊരു യാതൊരു കാര്യവുമില്ല. നിങ്ങളതിനെ അതിൻ്റെ വഴിക്ക് തന്നെ വിടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനസ്സമാധാനത്തോടു കൂടി തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമ്മളൊന്ന് അകന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് വന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളപ്പോൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ആ ഒരു പേഴ്സണുമായിട്ടൊന്ന് റീകൺസിൽ ആയെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്ന് പഴയതുപോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ അത് മാത്രം മതി എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം പോലെ തന്നെ ഈ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് നമ്മളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ
ഒരു 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ പിന്നീട് ഈ ഒരു ഒന്ന് അവരുമായിട്ട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയാൽ മതി, ഈ ഒരു ഗ്യാപ്പ് മാറ്റിയാൽ മതി എന്നുള്ള ചിന്താഗതി മാറിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അതായത് മനസ്സുകൊണ്ട് നമ്മൾ തന്നെ ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും. ഇനി ഇതിങ്ങനെ വേണം പോകാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, നമ്മുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരിക്കും പിന്നീടുള്ള ഒരു നെക്സ്റ്റ് കാൽക്കുലേഷൻ. അപ്പോൾ അത്രയും നമ്മൾ ഒരു പൊസസീവായിട്ട് പിടിച്ചു വെക്കേണ്ടുന്ന ഒരാവശ്യം ഇതിനകത്തില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയുള്ള ഒരു എനർജി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിമർശനം കേൾക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷനൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ നേരിട്ട് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് എല്ലാ തരത്തിലുമുള്ളൊരു ബോണ്ടിങ് കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു ഭൂരിഭാഗം വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് അടുത്ത് ഇടപഴകാനുള്ള ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും ഇത്. അതുമാത്രമല്ല, ചിലർക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ കാര്യങ്ങളെല്ലാം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു സർപ്രൈസ് കിട്ടാനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ആ ഒരു പേഴ്സണ് കൂടുതലും നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്ന് ആകർഷിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു സമയം തന്നെയാണ്. അപ്പം നമ്മളിവിടെ ആദ്യമേ നിങ്ങളുടെ ഒരു ബേസിക് നേച്ചർ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടാവാം. അവരോട് മറ്റാരോടും ഇല്ലാത്തത്രയും ഉള്ള ഒരു ഫീലിംഗ് ഇമോഷൻസ് നിങ്ങൾ കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ പോലും ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചേഞ്ച് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോടും എക്സ്പ്രസ് ചെയ്ത് തന്നെ കാണിക്കുക. അതായത് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം അവിടെ തന്നെ ഒളിപ്പിച്ച് വെക്കാണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ആ ഒരു ഔട്ട്ലുക്ക് അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം എന്താണോ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണുമായിട്ട് അടുത്ത് ഇടപഴകാൻ കിട്ടുന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് അവർക്കും കൂടി പ്രകടമാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം തീർച്ചയായിട്ടും അപ്പോഴാണ് ഈ ഒരു പേഴ്സണും നിങ്ങളോട് കൂടുതലായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു ഇടപഴകലിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു മന്തിൻ്റെ ഒക്കെ ആവുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആവുന്നൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെയധികം മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഒരു ഇമ്മച്വർ എനർജിയിലാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിക്കളിയിലൊക്കെയാണ്, ആ ഒരു രീതിയിലൊക്കെ പോരുന്നൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ കാര്യമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മേലെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടാത്ത പോലെ, ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിഞ്ഞു പോകുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് തന്നെ, നിങ്ങളെന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് തന്നെ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഒരു പിടിമുറുക്കൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരു മന്തിൻ്റെ ആവുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു ലാസ്റ്റ് വീക്കുകളോടുകൂടി നല്ല രീതിയിലൊന്ന് റിലീസ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ വിട്ട് ഈ പറഞ്ഞ ബന്ധനങ്ങളൊന്ന് ഒഴിയുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇടപഴകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജീസും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അപരിചിതമായിട്ടിരിക്കുക, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും സംഭവങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഓപ്പൺ അപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്പൺ അപ്പ് ആവുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പേഴ്സൻ്റെ മേലൊരു മേൽക്കോയ്മയല്ല, അവരോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഏത് കാര്യം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ അവരോടൊപ്പം തന്നെ നമ്മൾ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അവർക്കും ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ഒരു മാസം തന്നെയായിരിക്കും. മാസത്തിൻ്റെ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പല കാര്യങ്ങളും നീണ്ടു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും, നമ്മൾ പറഞ്ഞ പോലെ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളും കൂടി ഒന്ന് മനസാന്നിധ്യത്തോടു കൂടി ഈ ഒരു പേഴ്സൻ്റെ വരവിൽ, അല്ലെങ്കിൽ അവരൊന്നും കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നൊരു സമയത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ പഴയതുപോലെ കുറച്ചും കൂടി ഒന്ന് ഓവർ പൊസസീവോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ പറയുന്ന നമ്മളുടെ സീക്രറ്റ്സ് റിവീൽ ചെയ്യുന്നൊരു സമയം, അല്ലാന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് കൂടുതൽ സ്നേഹം നമുക്ക് കിട്ടേണ്ടുന്ന ഒരു കാര്യങ്ങളെല്ലാം ചിലപ്പോൾ മിസ്സായി പോയിന്ന് വരാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയമാണ്. അങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. രണ്ടുപേർക്കും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ഒരാൾക്കല്ല രണ്ടു പേർക്കും അവരവരുടെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം പരസ്പരം എക്സ്പ്രസ് ചെയ്യുന്ന ഈഗോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിട്ട് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടുന്ന ഒരു ടൈം തന്നെയാണ്. അതിനുള്ള ഒരു അവസരവും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കുറച്ച് പിരിമുറുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനൊക്കെയുള്ള ഒരു അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെയും കൂടി ആ ഒരു കോംപ്രമൈസ് എനർജിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു ബേസിക് എനർജി അല്ലെങ്കിൽ ആ ഒരു ബേസിക് നേച്ചറുള്ള പേഴ്സൺസിനായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അതുപോലെയാണ് നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷൻ എങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ റെസനേറ്റ് ചെയ്യുക. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാസമായിരിക്കട്ടെ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. എല്ലാ ഒരു സമാധാനവും സന്തോഷത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു ഒത്തൊരുമിച്ച് നന്നായി പോകാനായിട്ട് തന്നെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളുടെ എനർജി സിറ്റുവേഷനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ്, സ്ട്രോങ് റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും റിസീവ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.